ഡെമോഗ്രാഫിയുടെ ചാപ്റ്ററിൽ വളരെ റെഗുലർ ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സെൻസസ് റിലേറ്റഡ്. അപ്പൊ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ 2025 സെൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസ് എന്ന് പറയുന്നത് 2011 ആണ്. കാരണം 2021 ഒരു സെൻസസ് റിലീസ് ആകേണ്ടതായിരുന്നു. പക്ഷേ ആ 2019 കോവിഡ് പാൻഡമിക് കാരണം നമുക്ക് ആ ഡാറ്റ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും അത് റിലീസ് ചെയ്യാനും സാധിച്ചിട്ടില്ല. ഈ വർഷം ഏകദേശം അവസാനത്തോടെ റിലീസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള സെൻസസ് ഡാറ്റ 2011 തന്നെയാണ്. എന്നാൽ 2021 സെൻസസ് ഡാറ്റ 2025 വരും. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കേണ്ടതുണ്ട്. ഇതിലേക്കാണ് നമ്മളിന്ന് വരാൻ പോകുന്നത്. സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ഓവറോൾ പോപ്പുലേഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ 2025 നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 140 കോടിയുണ്ട് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. 1.4 ബില്യൺ ഉണ്ട്, അല്ലെങ്കിൽ 1400 മില്യൺ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് നമുക്ക് അപ്ഡേറ്റഡ് ഡാറ്റ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. സെൻസസിനെ കോട്ട് ചെയ്ത് ഇപ്പോഴും നമ്മുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ സെൻസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2011 തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 140 അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 1400 മില്യൺ അതല്ലെങ്കിൽ 1.4 ബില്യൺ എന്ന് പറഞ്ഞ കണക്ക് നമുക്കിപ്പോൾ പറയാണ്ട് സാധിക്കില്ല. കാരണം 2021 സെൻസസ് ഡാറ്റ ടു ബി റിലീസ്ഡ് ആണ്. അതൊരു 2025 ലാസ്റ്റോടുകൂടി വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിൽ കാണുന്ന അല്ലെങ്കിൽ പല ആർട്ടിക്കിൾസും കാണുന്ന ആ 140 കോടി എന്ന് പറഞ്ഞൊരു കണക്ക് നമുക്ക് ഇപ്പോഴും ഒഫീഷ്യലി നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതെന്താണ്? അതൊരു അപ്രോക്സിമേറ്റ്ലി നമുക്കത് ചുമ്മാ ഇപ്പൊ പറയാം എന്ന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, കാരണം 2025 ഈ വർഷം 2021 ബേസ് ചെയ്തിട്ടുള്ള സെൻസസ് ഡാറ്റ റിലീസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ 140 കോടി എന്നുള്ള ഫിഗർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സെൻസസിനെ കോട്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒഫീഷ്യൽ ഫിഗേഴ്സ് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യൻ പോപ്പുലേഷൻ ആസ് പെർ സെൻസസ് 2011 എന്ന് പറഞ്ഞ എത്രയാണ്? 1.2 ബില്യൺ. 1.2 ബില്യൺ അതല്ലെങ്കിൽ 120 കോടി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 1210 മില്യൺ. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ ഓവറോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 2011 സെൻസസ് അനുസരിച്ച്. ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. 140 കോടിയുണ്ട്, 1.4 ബില്യൺ ഉണ്ട്, അല്ലെങ്കിൽ 1400 മില്യൺ ഉണ്ട്. പക്ഷെ അത് ഒഫീഷ്യലി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു ഫിഗർ ആണ്. 1.2 ബില്യൺ അല്ലെങ്കിൽ 120 കോടി, 1210 മില്യൺ ആണ്. ഇത് തന്നെ മെയിൽ ഫീമെയിൽ എടുത്തു കഴിയുമ്പോഴത്തേനും ഓവറോൾ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 51% എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൽ പോപ്പുലേഷൻ ആണ്. ആൻഡ് ദെൻ 48% ആണ് വരുന്നത് ഫീമെയിൽ പോപ്പുലേഷൻ. അബ്സലൂട്ട് നമ്പേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 1210 മില്യൺ പോപ്പുലേഷനിൽ 623.7 മില്യൺ, അതായത് 51.54% മെയിൽ പോപ്പുലേഷൻ ആണ്. ആൻഡ് ദെൻ 586.46 മില്യൺ, ഐ മീൻ 48.46 ഏതാണ്, ഫീമെയിൽ പോപ്പുലേഷൻ ആണ്. ഈ മൂന്ന് ഫിഗറും ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് പഠിച്ച് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസ് അത് 2011 ആണ്. കാരണം 2021 സെൻസസ് കോവിഡ് കാരണം എന്ത് ചെയ്തിട്ടില്ല, റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 1.4 ബില്യൺ എന്ന് പറഞ്ഞിരിക്കുന്നത് 140 കോടി നമുക്ക് ഇപ്പോൾ ഇവിടെ പരിഗണിക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു ഡേറ്റയാണ് നമ്മളവിടെ പഠിക്കേണ്ടത്. കറക്റ്റ് ഈ മൂന്ന് ഫിഗേഴ്സ് നോട്ട് ചെയ്ത് വെച്ച് 1210.19 million overall population, 623.7 million, I mean 51.54%, that's the male population. And then female population 586.46 million or 48.46 female population. Male female compare ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ ഫീമെയിൽ പോപ്പുലേഷൻ ആണ്, മെയിൽ പോപ്പുലേഷൻ ആണ് കൂടുതലുള്ളത് ഫീമെയിൽ പോപ്പുലേഷനേക്കാളും. 51% മെയിൽ പോപ്പുലേഷൻ ഉള്ളപ്പോൾ 48% ആണ് അറൌണ്ട് എന്ന് വരുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഫീമെയിൽ പോപ്പുലേഷൻ വരുന്നത്. ഈ മൂന്ന് ഫിഗേഴ്സും ഇതേപോലെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് കേട്ടോ. എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അറിഞ്ഞിരിക്കണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതാണ് പ്രൊഫഷണൽ ഡാറ്റ. ആ രീതിയിലേക്കാണ് അവരുടെ ഡാറ്റ ഒഫീഷ്യൽ സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം സെൻസസ് 11 ഡാറ്റ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫിഗേഴ്സ്. കറക്റ്റ് ആയിട്ട് ഓർത്തറിഞ്ഞിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് 120 കോടി അതല്ലെങ്കിൽ 1210 മില്യൺ ആൻഡ് ദെൻ 623.7, ദാറ്റ്സ് ഇതേതാണ് നമ്മളെ സംബന്ധിച്ച് മെയിൽ പോപ്പുലേഷൻ ആണ്. ഫീമെയിൽ പോപ്പുലേഷൻ എത്രയാണ്?
556 ആണ്, 86.5 മില്യൺ ആണ്. നോട്ട് ചെയ്തേ, ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇനി എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട ഫിഗേഴ്സ് നമ്മൾ പഠിച്ചു. ഇത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, തെറ്റിച്ചേക്കരുത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ നമുക്കത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എക്സാം പെർസ്പെക്റ്റീവിൽ പഠിച്ചു ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് അവിടെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, എക്സാംസിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ പഠിക്കണം. ഒന്ന്, ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണ്, ആൻഡ് ദെൻ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് സ്റ്റേറ്റുകളുടെ ഓർഡേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പൊ സ്റ്റേറ്റ്സിന്റെ ഓർഡേഴ്സ് നമുക്കത് പുറകെ വരാം. അപ്പൊ ഓവറോൾ ഇപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് നോട്ട് ചെയ്തേ 17.64 ആണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണ്? 17.64. 17.64 ആണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്. ഏത് പേസിലാണ് നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ അത് എത്രയാണ്? 17.64 ആണെന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ ഒരു ടെൻഡൻസിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മുമ്പിൽ 3 സെൻസസ് ആണ് അപ്പൊ നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്. 91 സെൻസസും 2001 സെൻസസും 2011 സെൻസസും. ഈ 3 സെൻസസ് നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോഴത്തേനും ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്തിൽ കാണുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ആണ്. നോട്ട് ചെയ്ത്, എന്താണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്തിലെ ടെൻഡൻസി എന്ന് പറയുന്നത്? എന്താണ്? ഡിക്ലൈനിങ് ആണ്. 23.87 ഉണ്ടായിരുന്നത് 23.87 ഉണ്ടായിരുന്നത് 91 സെൻസസിൽ 2001 ആവുമ്പത്തിനും 21.54 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇപ്പോൾ എത്രയാണ്? അത് 2011 സെൻസസ് എടുക്കുമ്പോൾ 17.64 ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, ഫിഗേഴ്സ് അറിഞ്ഞിരിക്കണം. 17.64 ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇപ്പോൾ ഉള്ളത്. ഈ ഗ്രോത്തിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ 3 ഡെക്കേഡ് ആയിട്ട് കുറഞ്ഞു വരികയാണ്. അപ്പൊ നമുക്ക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നേരിട്ട് അറിഞ്ഞിരിക്കണം എത്രയാണ് ഗ്രോത്ത് റേറ്റ്, 17.64. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയമുള്ള ആൾക്കാർ എടുത്ത് നോക്കുക, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരും. അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? ഡിക്ലൈനിങ് ആണ്. അപ്പൊ ഇത് ഈ കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് 17.64. പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിക്ലൈനിങ് ആണ്. 91 നിന്ന് 2001 വരുമ്പോഴത്തേനും 23 ഉണ്ടായിരുന്ന 21 ഉണ്ടായിരുന്ന 17 എന്താണ് അവിടെ കുറയുന്ന ഒരു ടെൻഡൻസിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തില്ലേ? ഇപ്പൊ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ടെൻഡൻസി നോട്ട് ചെയ്തോ? ക്ലിയർ? നോട്ട് ചെയ്തോ? പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ടെൻഡൻസി നോട്ട് ചെയ്തോ? പറഞ്ഞേ yes or no. ഞാൻ പറഞ്ഞാലും മെത്തേഡ് ഇപ്പൊ തന്നെ നമുക്കത് പഠിച്ചു പോവാം. നിങ്ങൾക്ക് ആ പേപ്പർ എടുത്ത് നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മൊമെന്റിൽ നമുക്കത് പഠിക്കാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടെ റിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കും. ഇത് ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്, ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത്. ഓർത്തിരിക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഈ പേപ്പേഴ്സ് നിങ്ങൾ സ്റ്റഡി ഹാളിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്ന റൂമിൽ പരമാവധി പിൻ ചെയ്ത് വെക്കുക. കോഡുകൾ ക്രിയേറ്റ് ചെയ്യുക, പരമാവധി ഓർത്തിരിക്കാണ്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഫാക്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, സി പോപ്പുലേഷൻ നമ്മൾ ഒരു ഗ്ലോബൽ റാങ്കിങ് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു പൊസിഷനും അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ പൊസിഷനുമാണ്. ഗ്ലോബലി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെ തന്നെയാണ്? ചൈനയിൽ തന്നെയാണ്. ഗ്ലോബൽ പോപ്പുലേഷന്റെ ഹയസ്റ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 20% ചൈനയിൽ നിന്നാണ്. എക്സാക്ട്ലി നമ്മൾ സെൻസസ് ഫിഗേഴ്സ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 19.4% ഓഫ് ദി ഗ്ലോബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചൈനയാണ്. ആൻഡ് ദെൻ ഫോളോഡ് ബൈ ഇന്ത്യ. സെക്കൻഡ് ഹയസ്റ്റ് പൊസിഷനിൽ എന്തുണ്ട്? ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയുണ്ട്? ഗ്ലോബൽ പോപ്പുലേഷന്റെ 17.5% ഉണ്ട്. ഫിഗർ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച്, ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 2011 സെൻസസ് അനുസരിച്ച് ഗ്ലോബൽ പോപ്പുലേഷന്റെ 17.5% ആണ്. സി, ഇവിടെയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 2025 നമ്മളത് പറയുമ്പോൾ ഈ ഡാറ്റയിൽ മാറ്റം വന്നിട്ടുണ്ട്. പല ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലും ചൈനയെ ഓവർകം ചെയ്തുള്ള പോപ്പുലേഷൻ ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ട് എന്ന രീതിയിലേക്ക് ന്യൂസുകളും ഫിഗേഴ്സും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ബട്ട് നോട്ട് മൈ വേർഡ്, എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യരുത്. കാരണം നമുക്ക് ഒഫീഷ്യൽ ഡാറ്റ മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വർഷമാണ് 2021 ഡാറ്റ റിലീസ് ചെയ്യാനായിട്ട് ഹോം മിനിസ്ട്രി തീരുമാനിച്ചിരിക്കുന്നത്. ആ റിലീസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് വരെ നമ്മളെ സംബന്ധിച്ച് ഇത് മാത്രമേ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഗ്ലോബൽ പോപ്പുലേഷന്റെ ഫസ്റ്റ് പൊസിഷൻ ഇപ്പോഴും 2011 സെൻസസ് അനുസരിച്ച് ചൈന തന്നെയാണ്. സെക്കൻഡ് പൊസിഷൻ ഇന്ത്യയാണ്. 17.5% ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. തേർഡ് പൊസിഷനിൽ ആരുണ്ട്? US ഉണ്ട്. തേർഡ് പൊസിഷനിൽ US ഉണ്ട്. ഗ്ലോബൽ പോപ്പുലേഷന്റെ 4.5% ആണ് US കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് പൊസിഷനിൽ ഇന്തോനേഷ്യയാണ്. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. 3.4 ആണ് അവരുടെ ഗ്ലോബൽ പോപ്പുലേഷൻ വരുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 3.4 ആണ്. ആൻഡ് ദെൻ ഫിഫ്ത് പൊസിഷനിലേക്ക് വരുമ്പോൾ ആരവിടെ ഉണ്ട്? ബ്രസീലുണ്ട്. 2.8 ആണെന്നുള്ളതാണ്. സിക്സ് പൊസിഷനിൽ ആരുണ്ട്? ബംഗ്ലാദേശ് ഉണ്ട്. പാകിസ്ഥാൻ ഉണ്ട്. 2.7 ആണ്. ആൻഡ് ദെൻ 7th പൊസിഷനിലേക്ക് വന്നിരുന്നതിന് ബംഗ്ലാദേശ് ആണ്. 2.4 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു റാങ്കിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഗ്ലോബൽ പോപ്പുലേഷൻ ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഒന്നാമത്തേത് ചൈനയാണ്, രണ്ടാമത്തേത് ഇന്ത്യയാണ്, മൂന്നാമത്തേത് USA ആണ്, നാലാമത്തേത് ഇന്തോനേഷ്യ ആണ്,
അഞ്ചാമത്തേത് ബ്രസീലാണ്, ആറാമത്തേത് പാകിസ്ഥാനാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി ആ പറഞ്ഞൊരു ഫോംസിലേക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനാണ് ഇത് ചോദിക്കാനുള്ള ഏറ്റവും വലിയ പോസിബിലിറ്റീസ് ഉള്ളത്. ടഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് റാങ്കിങ് നോട്ട് ചെയ്ത് ഗ്ലോബൽ പോപ്പുലേഷന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ വരുന്ന ഒന്നാമത് ചൈനയിൽ നിന്ന് 19.4%, രണ്ടാമത് ഇന്ത്യയിൽ നിന്ന് 17.5%, മൂന്നാമത് US നിന്ന് 4.5%, നാലാമത് ഇന്തോനേഷ്യയിൽ നിന്ന് 3.4%. ഓക്കെ, ആൻഡ് ദെൻ അഞ്ചാമത് ബ്രസീലിൽ നിന്ന് 2.8%, ആറാമത് പാകിസ്ഥാനിൽ നിന്ന് 2.7%. കറക്റ്റ് ആയിട്ട് റാങ്ക് നോട്ട് ചെയ്ത് വെച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് ഏതാ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ ഗ്ലോബൽ പോപ്പുലേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നോക്കിയാൽ ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന 1200 മില്യൺ ഉണ്ട് അല്ലെ, 120 കോടിയാണ് സെൻസസ് 2011 അനുസരിച്ച്. അത് നമ്മൾ പരിഗണിക്കുമ്പോൾ ആ ഒരു പോപ്പുലേഷനിലെ 200 മില്യൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? ബ്രസീലിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രസീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രസീലിന്റെ പോപ്പുലേഷനേക്കാളും കൂടുതലാണെന്നുള്ളതാണ് ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു, അതായത് ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം 1, 2, 3, 4, 5. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള അഞ്ചാമത്തെ പൊസിഷൻ ഗ്ലോബലി ഹോൾഡ് ചെയ്യുന്ന ബ്രസീലാണ്. ഓക്കെ, അതായത് മോസ്റ്റ് പോപ്പുലസ് 5th നേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്ലോബലി ഏതാണ്? ബ്രസീലാണ്. ബ്രസീലിന്റെ പോപ്പുലേഷനേക്കാളും കൂടുതലാണ് നമ്മുടെ ഒരൊറ്റ സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ, അതേതാണ്? ഉത്തർപ്രദേശാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ഈ പോപ്പുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത്. അതായത് ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 120 കോടിയിൽ 20 കോടിയും എവിടെ നിന്നാണ് വരുന്നത്? അതായത് നമ്മൾക്കിപ്പോൾ 120 കോടിയാണ് നമ്മളൊരു ലോക്കൽ നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ സംസാരിച്ച് 120 കോടിയുണ്ട് സെൻസസ് അനുസരിച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ 120 കോടിയിൽ 20 കോടിയും എവിടെ നിന്നാണ് വരുന്നത്? ഉത്തർപ്രദേശിലാണ് വന്നിരിക്കുന്നത് അല്ലെ. സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ ഫോംസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അവിടെ എന്താണ്? 1200 മില്യൺ ആണ്. 1200 മില്യൺ. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന 200 മില്യൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ഉത്തർപ്രദേശ്. 20 കോടി ഉത്തർപ്രദേശിൽ നിന്നാണ്. ആ 20 കോടി എന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ അഞ്ചാമത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ നേഷനായ ബ്രസീലിന്റെ പോപ്പുലേഷനേക്കാളും കൂടുതലാണെന്നുള്ളതാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് പോലുള്ള ഫാക്ടേഴ്സിനെ വളരെയധികം സ്ട്രോങ് ആക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓർക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ കമ്പൈൻ പോപ്പുലേഷൻ നമ്മൾ ഉത്തർപ്രദേശ് പ്ലസ് ഏതാ പറയുന്നത് മഹാരാഷ്ട്ര. ഉത്തർപ്രദേശിന്റെ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ 200 മില്യൺ ആണ്. ആൻഡ് ദെൻ ഏകദേശം 112 ആണ്, 112 ആണ് ആരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് മില്യൺ. നമ്മൾ പറയുന്നത് മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ ഉണ്ടോ? സി ഇവിടെ എടുത്ത് നോക്കുക, ഇത് കമ്പൈൻഡ് ആയിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും 312 മില്യൺ വരും ആക്ച്വലി. ഓക്കെ, അതായത് ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ 200 മില്യൺ ഉണ്ട്. ആൻഡ് ദെൻ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ 112 മില്യൺ ഉണ്ട്. അപ്പൊ നമ്മൾ 200 പ്ലസ് എത്രയാണ്? 112 ഈസ് ഈക്വൽ ടു 312 ആണ്. 312 എന്ന് പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ നമ്മുടെ ഉത്തർപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും കൂടെ കമ്പൈൻ പോപ്പുലേഷൻ ആണ്. അതായത് ഉത്തർപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള മൂന്നാമത്തെ ലോകരാഷ്ട്രം എന്ന് പറയുന്നത് US ആണ്. ആ US പോപ്പുലേഷനേക്കാളും കൂടുതലാണ് ഉത്തർപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും കമ്പൈൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്റ്റും കറക്റ്റ് ആയിട്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് ഉത്തർപ്രദേശിന്റെ മാത്രം പോപ്പുലേഷൻ എടുത്ത് കഴിയുമ്പോഴത്തേനും 200 മില്യൺ ഉണ്ട്. ഈ 200 മില്യൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള അഞ്ചാമത്തെ രാജ്യമായ ബ്രസീലിന്റെ പോപ്പുലേഷനേക്കാളും കൂടുതലാണ്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 200 മില്യൺ പ്ലസ് 112 മില്യൺ ഈസ് ഈക്വൽ ടു 312 മില്യൺ ആണ്. അത് തേർഡ് പൊസിഷനുള്ള ഗ്ലോബലി പോപ്പുലേഷൻ കൂടുതലുള്ള US പോപ്പുലേഷനേക്കാളും എന്താണ്? കൂടുതലാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് എത്രത്തോളം പൊട്ടൻഷ്യൽ ആണ് എന്നുള്ള കാര്യം. അതായത് നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മാർക്കറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓവറോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഹയസ്റ്റ് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ നിൽക്കുന്ന രാജ്യമായ US കൂടുതൽ പോപ്പുലേഷൻ നമ്മുടെ വെറും രണ്ട് സംസ്ഥാനങ്ങളുണ്ട്. അത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയാണ്. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട ഡെമോഗ്രാഫിക് ഡിവിഡന്റ് ഒരേപോലെ ചലഞ്ചുമാണ്, ഒരേപോലെ ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലേക്ക് നമ്മളിവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്കിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇനി വരാൻ പോകുന്ന സെൻസസിന്റെ പ്രത്യേകത എന്താണ്? ഡിജിറ്റൽ സെൻസസ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇനി നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്ന 2011 സെൻസസ് COVID-19 പാൻഡമിക് ആണ് നമ്മൾ എന്ത് ചെയ്തിരുന്നു? പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. നമുക്ക് 2021 നമുക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. എക്സ്പെക്ടഡ് റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദിസ് ഇയർ ആണ്. 2025 എൻഡോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് റിലീസ് ചെയ്യാൻ നമ്മൾ പോവുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമുക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 16ാമത്തെ സെൻസസ് ഒഫീഷ്യലി അതിനൊരു മേജർ ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ എന്താണ്?
ദിസ് വിൽ ബി ദി ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ഓഫ് ഇന്ത്യ. ആസ് ഓഫ് നൗ സോഫ നമ്മൾ ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന എല്ലാം പെൻ പേപ്പർ ട്രഡീഷണൽ മെത്തേഡാണ്. ആ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ മാറിയിട്ട് ഒരു ഡിജിറ്റൽ സെൻസസ് നമ്മളിവിടെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട്, മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട്, ക്ലൗഡ് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് ട്രഡീഷണൽ പെൻ പേപ്പർ മെത്തേഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന സെൻസസ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചത് ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ 16ാമത്തെ സെൻസസ് ആയിട്ടുള്ള 2011 സെൻസസ്. ഇപ്പൊ നോട്ട് ചെയ്തില്ലേ? അപ്പം 15ാമത്തെ 2011 സെൻസസും 16th വൺ 2021 സെൻസസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ട്രഡീഷണൽ പെൻ പേപ്പർ മെത്തേഡിൽ നിന്ന് ഡിജിറ്റൽ മെത്തേഡിലേക്ക് ഇന്ത്യ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. ആ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യയിൽ ഓരോ ആൾക്കാരുടെയും അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളത് നമ്മളോട് എക്സാക്ട്ലി കണ്ടതാണ്. നോട്ട് ചെയ്തില്ലേ? അപ്പൊ ഇനി മുതൽ എന്താണ് ഈ ഡിജിറ്റൽ സെൻസസ് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. 16ാമത്തെ സെൻസസ് മുതൽ ഇന്ത്യ ക്ലൗഡ് ബേസ്ഡ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഫോൺസ് ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്, സോഫ്റ്റ്വെയർ അസിസ്റ്റൻസോടുകൂടി കൂടുതൽ ആക്യുറസിയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സെൻസസ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ്. അതേതാണ്? 16ാമത്തെ സെൻസസ് ആണ്. അത് ഏത് സെൻസസ് ആണ്? സെൻസസ് 2021 ആണ്. 2021 അത് ഈ വർഷമാണ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, സി നമുക്ക് എപ്പോഴും ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, അതായത് ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന 2021 സെൻസസ് ആണെങ്കിലും ഓൾറെഡി നമ്മുടെ കൈവശമുള്ള പഴയ 2011 സെൻസസ് ആണെങ്കിലും അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫേസ്, അതായത് 2 ഫേസിലാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സെൻസസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഫേസ് രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ആർ ദ ഫേസസ് ഓഫ് സെൻസസ് എന്ന്. ഓക്കെ, അപ്പൊ 2 ഫേസിലാണ് സാധാരണഗതിയിൽ സെൻസസ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ്? ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്. ഇതാണ് ഫേസ് നമ്പർ 1 എന്ന് പറയുന്നത്. ഫേസ് നമ്പർ 2 എന്താണ്? പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്. ഈ 2 സ്റ്റെപ്പാണ് സാധാരണ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, പഴയ പെൻ പേപ്പർ ട്രഡീഷണൽ മെത്തേഡ് ആയിരുന്നപ്പോഴും ഈ ഫേസ് സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ കാൽക്കുലേഷനിലേക്ക് പോകുമ്പോഴും എന്താണ്? ഡിജിറ്റൽ എസ്റ്റിമേഷനിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്? സെയിം മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ്, വാട്ട് ആർ ദി ഫേസസ് ഓഫ് സെൻസസ് ഇൻ ഇന്ത്യ. സെൻസസ് എസ്റ്റിമേഷൻ വന്നതിനും അതിന്റെ ഡിഫറെന്റ് ഫേസസ് ഏതൊക്കെയാണ്? ഒഫീഷ്യലി 2 ഫേസസ് ആണ് സെൻസസ് എസ്റ്റിമേഷൻ ഇന്ത്യയിലുള്ളത്. ആ 2 ഫേസ് പഴയ പെൻ പേപ്പർ മെത്തേഡായ 2011 സെൻസസിലും ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്ന 2021 ഡിജിറ്റൽ സെൻസസിലും 2 ഫേസ് ആണ് ഒരു ഫോളോ ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? എക്സാക്ട്ലി 1 ആൻഡ് ദി സെയിം ആണ്. നോട്ട് ചെയ്ത് പഠിച്ചോളൂ ഏതൊക്കെയാണ്. ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്, ദാറ്റ് ദി ഫേസ് നമ്പർ 1. ഫേസ് നമ്പർ 2 ഏതാണ്? ദ പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇനി നോക്കാൻ പോകുന്ന മേജർ ആയിട്ടുള്ള ഇവിടുത്തെ കുറച്ച് ഏതാ പറയുന്ന സെൻസസ് റിലേറ്റഡ് ഡാറ്റയാണ് നമ്മൾ അവിടെ നോക്കാൻ പോകുന്നത്. ഒന്ന്, ഇന്ത്യൻ പോപ്പുലേഷൻ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുത്ത് നോക്കി, ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇൻക്രീസ്ഡ് ബൈ മോർ ദാൻ 181 മില്യൺ ഡ്യൂറിംഗ് ദി 2001 to 2011 ഡെക്കേഡ്. അപ്പം ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്താ സംഭവിച്ചത്? 2001 ഏകദേശം 100 കോടി ഉണ്ടായിരുന്ന പോപ്പുലേഷൻ 2011 120 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ അബ്സലൂട്ട് നമ്പേഴ്സ് നമ്മൾ പറയുമ്പോൾ ലാസ്റ്റ് സെൻസസ് 2001 നിന്ന് 2011 വരുമ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ എത്രയാണ് കൂടുതൽ? നോട്ട് ചെയ്ത് എത്രയാണ് കൂടുതൽ? 181 മില്യൺ ആണ് കൂടിയിരിക്കുന്നത്. 181 മില്യൺ ആണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത പോയിന്റ് എടുത്തേക്ക് നോക്കിയാൽ എന്താണെന്നുള്ള ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ പഠിച്ചതാണ്. അത് ഡിക്രീസ് ചെയ്തിരിക്കുന്നത് 17.64 ആണ്. പക്ഷെ ഇവിടെ മെയിൽ ഫീമെയിൽ ഗ്രോത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് അഡീഷണൽ പോയിന്റ്. മെയിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 17.19 ആണ്. ഫീമെയിൽ ഗ്രോത്ത് റേറ്റ് 18.12 ആണ്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഒരു അഡീഷണൽ പോയിന്റ് ഇവിടെ നമുക്ക് പഠിക്കണം. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയുകയാണ് ചെയ്തിരുന്നത്. അത് എത്രയിൽ നിന്ന് എത്രയിൽ കുറഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടാണ്. 17.64 ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ നമുക്കൊരു കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നത് നോട്ട് ചെയ്യുക. മെയിൽ ഗ്രോത്തും ഫീമെയിൽ ഗ്രോത്തും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മെയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവാണ്, ഫീമെയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ്? കൂടുതലാണ്. നേരത്തെ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടാണ് ഓവറോൾ പെർസെന്റേജ് ഓർ പ്രൊപ്പോർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൽ ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നു, ഫീമെയിൽ അവിടെ എന്തായിരുന്നു? കുറവായിരുന്നു. 51, 48 ആയിരുന്നു. നിങ്ങളത് കണ്ടതാണ്. നേരെ തിരിച്ച് പോപ്പുലേഷൻ ഗ്രോത്ത് എടുക്കുമ്പോൾ കുറയുകയാണെങ്കിലും നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 17.64 ആണെങ്കിലും മെയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 17.19 ആണ്. കുറവാണ് ഫീമെയിൽ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എത്രയാണ്? 18.12 ആണ്. അത് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മളെ സംബന്ധിച്ച് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2001-2011 ഫസ്റ്റ് ഡെക്കേഡ്.
which has actually added lesser population compared to the previous decades. അതായത് ഇതിനു മുമ്പുള്ള 91 സെൻസസ്, 81 സെൻസസ്, 2001 സെൻസസ് ആൻഡ് 2011 സെൻസസ്, ഇതിൽ ഏത് സെൻസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ നമ്മുടെ ഓവറോൾ പോപ്പുലേഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ട സെൻസസ് ഏതാണ്? 2011 സെൻസസ് ആണ്. നമ്മൾ പറഞ്ഞ ആഡ് ചെയ്യപ്പെട്ട അബ്സലൂട്ട് നമ്പർ എത്രയാണ്? 181 മില്യൺ ആണ്. എന്താണ്? 181 മില്യൺ ആണ്. ഈ 181 മില്യൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ അഡീഷൻ ആണ്. ഏറ്റവും കുറഞ്ഞ അഡീഷൻ ആണ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അതായത് ഒരൊറ്റ വർഷം മാത്രം എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. 1911, 1921, 1911, 1921 ആ ഒരു ഡെക്കേഡ് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡെക്കേഡുകളിലും ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന പോപ്പുലേഷൻ തോത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനേക്കാളും കൂടുതലായിരുന്നു? 181 മില്യനേക്കാളും കൂടുതലായിരുന്നു. അപ്പൊ ലാസ്റ്റ് 1 ഡെക്കേഡിൽ ഇന്ത്യൻ പോപ്പുലേഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് 181 മില്യൺ ആണ്. ആ 181 മില്യൺ എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ കുറവാണ്. മുൻകാലങ്ങളിലെ അഡീഷൻ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്ത പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനം. ഉത്തർപ്രദേശിലെ പോപ്പുലേഷൻ എത്രയുണ്ട്? ഓൾറെഡി ഞാൻ നേരത്തെ നിങ്ങളോട് കണ്ടാണ്. 200 മില്യൺ ആണ് നമ്മൾ പറഞ്ഞാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 99.9 മില്യൺ ആണ്. അതായത് 120 കോടിയിൽ 20 കോടിയും എവിടുന്നാണ്? ഉത്തർപ്രദേശിനാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. എത്രയുണ്ട്? 112 മില്യൺ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ് 200ഉം 112ഉം ചേർന്നുള്ള 312 മില്യൺ എന്ന് പറയുന്ന പോപ്പുലേഷൻ മോസ്റ്റ് പോപ്പുലസ് തേർഡ് പോപ്പുലേഷൻ ഉള്ള US-ന്റെ പോപ്പുലേഷനേക്കാളും കൂടുതൽ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ 2 സംസ്ഥാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എത്രയുണ്ട്? 99.9 മില്യൺ. റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 200 മില്യൺ. മഹാരാഷ്ട്രയുടെ എത്രയുണ്ട്? 112 മില്യൺ ഉണ്ട്. രണ്ടുകൂടെ ചേരുമ്പോൾ 312 ഉണ്ട്. അത് US-ന്റെ പോപ്പുലേഷനെക്കാളും എന്താണ്? കൂടുതലാണ് എന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി, the percentage decadal growth rate of 6 most populous states declined during the period. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 2001 സെൻസസുമായിട്ട് 2011 സെൻസസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ എല്ലാ പ്രധാനപ്പെട്ട മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലും എന്ത് കുറഞ്ഞിട്ടുണ്ട്? പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. നോട്ട് ചെയ്തോളാം. ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് 2001 സെൻസസ് അനുസരിച്ച് 25.85% വരുന്നത് 20.09 ആയിട്ട് എന്താണ്? കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് 22.73 ഉണ്ടായിരുന്നത് 15.99 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബീഹാറിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് 28.62 ഉണ്ടായിരുന്നത് 25.07 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൻ്റെത് 17.77 ഉണ്ടായിരുന്നത് എത്രയാണ്? 13.93 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ കാര്യം ഇവിടെ പറഞ്ഞു ഓർക്കുക. 2014 ആന്ധ്രാപ്രദേശ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ സെൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് 2011. അതുകൊണ്ട് തന്നെ ആ വിഭജിത ആന്ധ്രാപ്രദേശിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. തെലങ്കാന അവിടെ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ആന്ധ്രാപ്രദേശിന്റെ 14.59%, 11.10 കുറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശിന്റെ 24.26 ഉണ്ടായിരുന്ന എത്രയാണ്? 20.30 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള 6 സ്റ്റേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 സംസ്ഥാനങ്ങളുടെയും പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ പോയിന്റ്. ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള 6 സംസ്ഥാനങ്ങളിലും പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. അത് എത്ര കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 25 ഉണ്ടായിരുന്ന 20 ആയിട്ട് ഉത്തർപ്രദേശിൽ കുറഞ്ഞിരിക്കുന്നു. 22 ഉണ്ടായിരുന്ന 15 ആയിട്ട് മഹാരാഷ്ട്രയിൽ കുറഞ്ഞിരിക്കുന്നു. 28 ഉണ്ടായിരുന്ന 25 ആയിട്ട് ബീഹാറിൽ കുറഞ്ഞിരിക്കുന്നു. 17 ഉണ്ടായിരുന്ന 13 ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ കുറഞ്ഞിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ 14 ഉണ്ടായിരുന്ന 11 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ മധ്യപ്രദേശ് എത്രയാണ്? ഈ പറഞ്ഞിരിക്കുന്ന 24 ഉണ്ടായിരുന്ന 20 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ 6 സംസ്ഥാനങ്ങളുടെ കമ്പൈൻ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷന്റെ 55% വരുന്ന ഈ 6 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ 6 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷന്റെ 55% ഇവിടുന്നാണ് വരുന്നത് എന്നുള്ളതാണ്.